ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ജ്യോതിഷ വിജയം കിട്ടും. അതായത് ശുക്രന്റെ രാശിമാറ്റത്തെ പറ്റി പറയുന്നത്, ശുക്രൻ മീനക്കൂറിലായിരുന്നു ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം 3 മാസത്തോളം കാലം മീനക്കൂറിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഏകദേശം 28 ദിവസം, 27 തൊട്ട് 29 ദിവസത്തിനകം വന്നിട്ട് രാശി മാറുന്ന ശുക്രൻ ഈ പ്രാവശ്യം മീനൻ രാശിയിൽ തന്നെ ഏകദേശം 3 മാസത്തോളം നിൽക്കുകയുണ്ടായി. അതിനുശേഷം ഉച്ചരാശിയായിട്ടുള്ള മീനൻ രാശിയിൽ നിന്നും തൊട്ടടുത്ത ക്ഷേത്രമായിട്ടുള്ള രാശിയായിട്ടുള്ള മേടം കൂറിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ മേടക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറേ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകൾ സഹിച്ച 2 രാശികളാണ് ഇവിടെ ഉള്ളത്. അതായത് കർമ്മരംഗത്ത് നിന്ന്, കർമ്മരംഗം പറഞ്ഞാൽ തൊഴിൽ സ്ഥാനമായ 10ാം ഭാവത്തിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് തൊഴിൽ സ്ഥാനമായിട്ടുള്ള മീനം രാശിയിൽ ബുധൻ, അതായത് മിഥുനക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പൂർണ്ണതത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാവവും കൂടി ചേരുന്ന മിഥുനക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് 10ാം ഭാവത്തിൽ 1 അല്ല 2 അല്ല 3 ഗ്രഹമാണ് ചുറ്റിക്കൊണ്ടിരുന്നത്. അതായത് ആദ്യം ഉണ്ടായിരുന്നത് രാഹുവായിരുന്നു, പിന്നീട് ശനി, പിന്നീട് ശുക്രനാണ് കയറിയത്. ശുക്രൻ കയറി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ശനിയും കൂടെ കയറി. അങ്ങനെ 3 ഗ്രഹങ്ങളും കർമ്മസ്ഥാനത്തിന് നാശങ്ങൾ വിതയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്തംഭനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു രാശിയാണ് മിഥുന രാശി എന്ന് പറയുന്നത്. ഈ രാശിയിൽപ്പെട്ടിരിക്കുന്നവർ വളരെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മതിയായിട്ടുണ്ടാവും എന്നതിൽ യാതൊരുവിധ സംശയം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അവരുടെ അനുഭവത്തിൽ നിന്നും അത് മനസ്സിലായിട്ടുണ്ടാവും. തൊഴിൽ രംഗത്തിൽ പലവിധ പ്രശ്നങ്ങൾ, അത് ഏത് തൊഴിലായിക്കോട്ടെ, അത് ജലരാശിയിൽ നിൽക്കുന്ന മീനൻ രാശി ജലരാശിയാണ്. ജലരാശിയിൽപ്പെട്ടിരിക്കുന്നവർക്കായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ജലസംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവരും, ജലസംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവരും, ജലാശയ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവരും, ജലം എന്ന് പറഞ്ഞാൽ എല്ലാം പെടും. വെള്ളമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കോൺട്രാക്ട് വർക്കാണെങ്കിലും ഭവന നിർമ്മാണമാണെങ്കിലും എല്ലാം വെള്ളം വേണം. ജലം കൊണ്ട് ഉപയോഗിക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൂടാതെ തന്നെ പലവിധ മേഖലയിലുള്ള എല്ലാവിധ തൊഴിൽ രംഗങ്ങളും സ്തംഭനത്തിലും മൗനത്തിലും അതുപോലെ തന്നെ വളരെ സ്ലോവിലും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ജാതകത്തിൽ ബലവാനായിട്ടുള്ള ദശ അപഹാരങ്ങൾ നടക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാതെ വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് അല്ലാത്തവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രനാണ് ഇപ്പോൾ മേടൻ രാശിയിൽ അനുകൂല സ്ഥാനമായ 11ാം ഭാവത്തിൽ വരുന്നത്. 11ാം ഭാവത്തിൽ വരുന്ന സമയത്ത്, ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ കർമ്മരംഗം പുരോഗമിക്കും. അവിടെ പിന്നെ ഒരേ ആളുള്ളൂ, ശനി ശനിനെ സഹിച്ചേ പറ്റുള്ളൂ. ഏകദേശം ഒരു 2 വർഷത്തോളം ഇനി സഹിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെ പറയാം. ശനിയുടെ ഒരു നിൽപ്പ് കണ്ടകശനിയാണ്. ആ കണ്ടകശനി ഏകദേശം 2 വർഷത്തോളം ഉണ്ടും. കണ്ടകശനിയുടെ പരിഹാരം, അതായത് ശാസ്താവിങ്കൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 60% ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഒരിക്കലും മാറില്ല, കുറഞ്ഞു കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ശുക്രൻ മാറുന്നത് വളരെ ഉചിതപരമായിട്ടുള്ളൊരു സംഭവമാണ്. ശുക്രൻ 11ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കർമ്മരംഗം കുറച്ചുകൂടി പുഷ്ടിപ്പെടും. കുറച്ചായിട്ട് മേൽമേൽക്ക് വരും. അത് തൊഴിൽ രംഗത്ത് വരുമാനമില്ലാത്തവർക്ക് തൊഴിൽ വരുമാന വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. വാഹന സംബന്ധമായിട്ട് എടുത്തു പറയേണ്ട കാര്യം, വാഹന സംബന്ധമായിട്ട്, വസ്ത്ര സംബന്ധമായിട്ട്, അലങ്കാര വസ്തുക്കളുടേതായിട്ടുള്ളത്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള വർക്കുകളുണ്ട്. അവരുടെ എല്ലാം തൊഴിൽ മന്ദത മാറി ഒരു തൊഴിൽ മൂവ്മെൻറ്റ് പറഞ്ഞാൽ ഒരു പ്രസരിപ്പ് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വരുമാനം സ്തംഭിച്ചു പോയ അവസ്ഥയിൽ നിൽക്കുന്ന അവർക്ക്
വരുമാന മാർഗങ്ങളും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ കർമ്മരംഗത്ത് ശനിക്ക് മാത്രം എന്നിട്ട് പരിഹാരം നടത്തും. ശാസ്താവിങ്കിൽ എള്ളുതിരി അല്ലെങ്കിൽ എള്ളുതിരി ഏറ്റവും ചുരുങ്ങിയ വഴിപാടാണ് എള്ളുതിരി. അത് വിട്ടാൽ നീരാഞ്ജനം, അത് വിട്ട് കഴിഞ്ഞാൽ നെയ്വിളക്ക്, അത് വിട്ട് കഴിഞ്ഞാൽ എള്ളു പായസം അല്ലെങ്കിൽ പട്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഉചിതപരമായിട്ടുള്ളത് നീരാഞ്ജനം നെയ്വിളക്കും നടത്തിക്കഴിഞ്ഞാൽ വളരെ ഉചിതപരമായിട്ടുള്ള ഇതാണ്. പറ്റാവുന്നവർക്ക് കറുത്ത പട്ടും കൂടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമപരമായിട്ടുള്ള ദോഷങ്ങൾക്കുള്ള ഇതുണ്ടാവും. അതായത് എള്ള് നീരാഞ്ജനം വഴിപാട്, എള്ള് പായസം, നെയ്വിളക്ക് എന്നിവ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്തു വന്നു കഴിഞ്ഞാൽ, ശനിയാഴ്ച ഇത് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടകശനിയുടെ ദോഷങ്ങൾ 60% കുറഞ്ഞ് 40% മാത്രം നിൽക്കുകയുള്ളൂ എന്ന് മാത്രം നാം പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഉണ്ട്. അതുപോലെ തന്നെ ശുക്രൻ്റെ മാറ്റത്തോട് കൂടിയിട്ട് വളരെ ഉചിതപരമായിട്ടുള്ള മാറ്റങ്ങൾ മിഥുനക്കൂറുകാർക്ക് വന്ന് ചേരുവാനുള്ള സാഹചര്യങ്ങളെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള, 2 വീലർ തൊട്ട് വിമാനം വരെയുള്ള വാഹന സംബന്ധമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം വളരെ മുന്നേറ്റങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ വസ്ത്രരംഗം, വിപണിപരമായിട്ടുള്ള ഉന്നതത്തിലേക്ക് പോകാനും വരുമാന വർധന ഉണ്ടാകാനുള്ള സാധ്യതയും ഈ മിഥുനക്കൂറുകാർക്ക് വളരെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കന്നിക്കൂറുകാർക്ക് 7ാം ഇടം, 7ാം ഭാവം എന്ന് വെച്ച് പറഞ്ഞാൽ നിവൃത്തിസ്ഥാനമാണ്, യാത്രാസ്ഥാനമാണ്, വിവാഹസ്ഥാനമാണ്, കാര്യസാധ്യത സ്ഥാനമാണ്. എന്ത് കാര്യവും സാധിക്കുന്ന ഒരു സ്ഥാനമാണ്. നടക്കുന്നില്ല, ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ള സ്ഥാനത്തായിരുന്നു ശുക്രൻ നിന്നത്. ശുക്രൻ 7ൽ നിന്ന് കഴിഞ്ഞാൽ വിപരീത ഫലമാണ്, അനുകൂലമല്ല, വിപരീത ഫലമാണ്. ഒരു കാര്യവും നടക്കില്ല എന്ന് തന്നെ പറയാം. അവർക്കും ഇതുപോലെ തന്നെ 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്, അതും ദോഷമാണ്. അവർക്കും ഈ പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിവൃത്തി സ്ഥാനത്തിൽ നിന്നും 3 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2 ഗ്രഹങ്ങൾ, ഒരു ഗ്രഹം മാറിപ്പോയി, ഇനി ഒരു ഗ്രഹം ശുക്രൻ മാറുന്നു. ശുക്രൻ മാറുന്നതോടുകൂടിയിട്ട് വിവാഹ സംബന്ധമായിട്ടുള്ള മുടക്കങ്ങളും സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ദാമ്പത്യ ബന്ധങ്ങളിലുള്ള വേർപാടുകളും അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള ഇതും ലൈംഗിക സംബന്ധമായിട്ടുള്ള വീഴ്ചകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറി വരുന്ന ഒരു സമയം കൂടിയായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ സുഖങ്ങൾ അനുഭവിക്കാതിരിക്കുന്നവർക്കെല്ലാം സുഖലോലുപനായിട്ടുള്ള ഒരു സ്ഥിതിയെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെയാണ് വാഹന സംബന്ധമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പ്, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളത്, അതുപോലെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളതായിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ 2 വീലർ തൊട്ട് വിമാനം വരെയുള്ള വാഹനങ്ങൾ വഴിയുള്ളവർക്കാകട്ടെ, വസ്ത്രവ്യാപാരങ്ങളിലാകട്ടെ, ഇലക്ട്രോണിക് സംബന്ധമായിട്ടോട്ടെ, അവർക്കെല്ലാം പുരോഗതിയുടെ പാത വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാതെ പോയതെല്ലാം നടക്കുവാനുള്ള സാധ്യതയും ഈ ശുക്രൻ്റെ മാറ്റത്തോടുകൂടി വരുന്നതാണ്. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം കുറച്ച് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതെല്ലാം തടസ്സങ്ങൾ നീങ്ങി അത് മാറി വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 8ാം ഭാവത്തിലേക്കാണ് ശുക്രൻ മാറുന്നത്. എന്നിരുന്നാലും അത് അനുകൂലം തന്നെയാണ്, അത് ദോഷമായി മാറുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ യാത്രകൾ കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ വിദേശ യാത്ര സംബന്ധമായിട്ട് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഏത് സമയത്താണാവോ ഞാൻ വിദേശത്തേക്ക് ആയിട്ടുള്ള എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ക്യാഷും കൊടുത്തത് എല്ലാം മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ള ചിന്താഗതി അടക്കം വരും. ഇത് മാറുന്നതോടുകൂടി ആ തടസ്സങ്ങളെല്ലാം മാറി വിദേശ യാത്ര മാത്രമല്ല, ദൂരദേശ യാത്രയാണെങ്കിലും നമ്മൾ ഉദ്ദിഷ്ട യാത്ര എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതും നീങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതും മാറി വരുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ശുക്രൻ്റെ മാറ്റത്തോടു കൂടി ഈ 2 രാശികൾക്കും വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. നമസ്കാരം.